ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ റാൻഡം ആയിട്ടും റെപ്പറ്റേറ്റീവ് ആയിട്ടും കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. CMA USA പോലുള്ള കോഴ്സ് എനിക്ക് ടഫ് ആയിരിക്കുമോ ഈസി ആയിരിക്കുമോ? ഇത് CMA USന്റെ കേസിൽ മാത്രമല്ല, ഏത് പ്രൊഫഷണൽ കോഴ്സിന്റെ വീഡിയോസിന്റെ അടിയിൽ നോക്കിയാലും പലപ്പോഴും കാണുന്ന ആസ്പിറൻസിന്റെ ഒരു ചോദ്യമാണ്, ഞാൻ ആവറേജ് ആണ്, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഇത് പാടാണോ എളുപ്പമാണോ എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൊഫഷണൽ കോഴ്സുകൾ ഒന്നും തന്നെ ഈസി അല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ ഈസി ആണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ കള്ളം പറയുകയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം അങ്ങനെ ഈസി ആയിരുന്നെങ്കിൽ എല്ലാവരും പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് പാസ്സാവില്ലേ? നമ്മളൊരു നോർമൽ ഡിഗ്രി അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ, കോളേജ് എഡ്യൂക്കേഷൻ ഇത് വെച്ച് ഒരിക്കലും പ്രൊഫഷണൽ കോഴ്സിനെയും അതിൻ്റെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിനെയും കമ്പയർ ചെയ്യരുത്. ഇപ്പം ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാമിന് വേണ്ടി ഞാൻ പരീക്ഷയുടെ തലേന്നോ 2 ദിവസം മുന്നേയൊക്കെ മാത്രമാണ് പുസ്തകം തുറന്നു വെച്ച് പഠിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും ഞാൻ ആ സിലബസിനെ പറ്റി പോലും ബോധേഡായിരുന്നില്ല. പക്ഷേ എനിക്ക് മാർക്ക് വരുമ്പോൾ 70% ഉണ്ട്. അത് എൻ്റെ സ്കില്ലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സ്കില്ലുണ്ട്. പ്ലസ് എക്സാം കമ്പാരിറ്റീവ്ലി എളുപ്പമായതുകൊണ്ടുകൂടിയാണ് എനിക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രൊഫഷണൽ കോഴ്സ് പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരുന്നു ആ PG എക്സാം എങ്കിൽ ഒരിക്കലും എനിക്ക് 70% കിട്ടില്ല. കാരണം ആ രീതിയിലുള്ളൊരു പഠനം ഞാൻ നടത്തിയിട്ടില്ല. സോ വെൻ ഇറ്റ് കംസ് ടു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ്, അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം, നല്ല രീതിയിലുള്ള സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് ഇതെല്ലാം റിക്വയർഡ് ആണ്. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് എഫർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി നമുക്കറിയാം, അങ്ങനെ എല്ലാവരെയും പാസ്സാക്കുന്ന ഒരു പ്രൊഫഷണൽ ബോർഡുകളല്ല ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ കൊടുക്കുന്ന ആൾക്കാർ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഡിഗ്രി പാസ്സായവരും PG പാസ്സായവരും മറ്റ് കോഴ്സുകളൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഓവർ സപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതും ഒരു പ്രൊഫഷണൽ ബോഡിയുടെ ലക്ഷ്യമാണ്. ഇന്ത്യൻ CA നമ്മൾ എത്രയും ടഫാണെന്ന് പറയുന്നതിന്റെ പ്രധാന റീസൺ ആ പാസ് റേറ്റ് കുറവാണ്. അത് പർപ്പസ്ഫുള്ളി അവർ കുറച്ച് വെച്ചിരിക്കുന്നതാണ്. ഈവൻ ദോ CS വലിയ ഡിമാൻഡ് ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ആ ഡിമാൻഡിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, ആ ഡിമാൻഡ് എപ്പോഴും നിലനിർത്തണം എന്ന പെർസ്പെക്റ്റീവിലാണ് ഒരുപാട് ആളുകളെ അവർ പാസ്സാക്കി വിടാത്തത്. അപ്പോൾ ഈ തോക്കുന്നവരൊന്നും കഴിവില്ലാത്തവരല്ല, തോക്കുന്നവരൊന്നും പഠിക്കാത്തവരല്ല, പക്ഷേ അവർക്ക് ആ ഒരു ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പർപ്പസ്ഫുള്ളി തോൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരെയുണ്ട്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ കോഴ്സിൻ്റെയും ടഫ്നെസ്സിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കൊരിക്കലും ഇന്ത്യൻ CAയുടെ ടഫ്നെസ്സിനെ ACCA-ആയിട്ടോ CMA-ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. CMA USA പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇത് ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്മാർട്ട് വർക്ക് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. മറ്റ് കോഴ്സുകളിൽ ഇടുന്നതിൻ്റെ അത്രയും എഫർട്ട് ഇവിടെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല പഠനം വേണം, നല്ല എഫർട്ട് വേണം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കോൺസെപ്റ്റൽ നോളജ് ആണ് വേണ്ടത്. സോ ആ കോൺസെപ്റ്റൽ നോളജ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരിധി വരെ ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ പിക്ക് ചെയ്യാൻ സാധിക്കും. ആ പാറ്റേൺ പിക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ അത് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ഈ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാതെ മുൻകാലങ്ങളിൽ നമ്മൾ മറ്റ് കോഴ്സുകൾ എങ്ങനെയാണോ പഠിച്ചത് അതേ ലെവലിൽ തന്നെ പഠിച്ചു വരുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ഈ കോഴ്സ് പാസ്സാവില്ല. ദാറ്റ് ഈസ് എ ഫാക്ട്. സോ നമ്മൾ ഏത് കോഴ്സ് പഠിക്കാൻ പോയാലും ആ കോഴ്സിൻ്റെ എക്സാം രീതി, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി, എങ്ങനെയാണ് ചോദ്യകർത്താവ് നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കുന്നതെന്ന രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ അവരെ ബീറ്റ് ചെയ്ത് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ. സോ ദ ക്വസ്റ്റ്യൻ വാസ് ടഫ് ആണോ ഈസി ആണോ? ടഫായിരിക്കും ആർക്ക്? ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാത്തവർക്ക്, എക്സാമിൻ്റെ രീതികൾ മനസ്സിലാക്കാത്തവർക്ക്, കോൺസെപ്റ്റൽ നോളജ് കിട്ടാത്തവർക്ക്, കാണാപ്പാഠം പഠിക്കുന്നവർക്ക്, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ചെയ്യാത്തവർക്ക്, എഫർട്ട് ഇടാത്തവർക്ക് തീർച്ചയായിട്ടും ഇത്തരം കോഴ്സുകൾ ടഫായിരിക്കും. ഇത് ഈസി ആയിരിക്കും ആർക്ക്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് റിലേറ്റീവ്ലി ഈസി ആയിട്ട് ഫീൽ ചെയ്യാം. പ്രത്യേകിച്ചും CMA USA സംബന്ധിച്ച് MCQ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓപ്ഷൻസ് ആയിട്ട് അത് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ആ സാധനത്തെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടായാൽ മതി, നിങ്ങളുടെ മെമ്മറിയിൽ അതിനെപ്പറ്റിയുള്ള കോൺസെപ്റ്റൽ നോളജ് ഉണ്ടായാൽ മതി. അവിടെയാണ് ഈ ഒരു കോഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇതൊരു MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതും അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്സ് ഇല്ല എന്നുള്ളതുമാണ് CMA USയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. നിങ്ങൾ ഇത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക, കോൺസ്റ്റന്റ് ആയിട്ട് എഫർട്ട് ഇടാൻ തയ്യാറാണോ? ഡിറ്റർമിനേഷൻ ഉണ്ടോ? പാസ്സായിട്ടേ ഞാൻ തിരിച്ചു പോകൂ എന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും, ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്ന രീതിയല്ല, കൃത്യമായിട്ട് ടോപ്പിക് ബൈ ടോപ്പിക്ക് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ പഠിച്ച് ഒരു ടാർഗറ്റ് ഡേറ്റ് വെച്ച് പരീക്ഷ എഴുതി. കാരണം നിങ്ങൾക്ക് തന്നെ ഏത് ഡേറ്റിൽ എക്സാം എഴുതണമെന്ന് നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് CMA USA. നിങ്ങൾക്ക് സെപ്റ്റംബർ 10-ാം തീയതി പരീക്ഷ എഴുതണമെങ്കിൽ അന്ന് എഴുതാം, ദാറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ടാർഗറ്റ് വെച്ച് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം, നിങ്ങൾക്കത് ഈസി ആയിരിക്കും. സോ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.